നമ്മൾ ഇന്ന് തിന്നകര ബോട്ടിങ്ങാണ്, അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോട്ടിൽ കയറാനുള്ള യാത്രയാണ്. ഇത് അഗത്തി ദ്വീപാണ്. അഗത്തി അവിടെ നിന്ന് നമ്മളിന്ന് തിന്നകര ദ്വീപിലേക്കാണ് പോകുന്നത്. അവിടെ ബോട്ടിലാണ് പോകുന്നത്. 2 ബോട്ടുകളിലായിട്ടാണ്. ഒരു ബോട്ടിൽ ഏകദേശം 12 പേരാണ് ഉണ്ടാകുക. ഞങ്ങൾ 24 പേരുണ്ട്. അപ്പോൾ 2 ബോട്ടിലായിട്ട് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ബോട്ടിലേക്ക് പോവുകയാണ്. അതെ, ഇതിപ്പോൾ ഇത്രയും ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളിതാ ഈ പ്രകൃതി രമണീയമായ അഗത്തി ഇതിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആളുകൾ ബോട്ടിലേക്ക് കയറി 2 ബോട്ടുകളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യ ബോട്ടിലത്തെ ആൾക്കാർ യൂണിഫോമൊക്കെ ധരിച്ച് അവർ പോകുന്നുണ്ട്. ജാക്കറ്റ് ധരിച്ച് അവരിതാ കയറുന്നു. ഞങ്ങളടുത്ത ഇതിലാണ് ഞങ്ങൾ പോവുക. ഈ ബോട്ട് ഞങ്ങളുടെ ബോട്ടാണ്. അതിൻ്റെ യൂണിഫോമുകളാണ് അവിടെ കിടക്കുന്നത്. ഇതിട്ടിട്ട് നമ്മളിതിൽ പോകും. അപ്പൊ വെള്ളത്തിൽ പോയിരുന്നു കേട്ടോ. അവിടെയാണ് കയറ്റിക്ക്. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ നിന്നും ചിന്നക്കര എന്ന ദ്വീപിലേക്കുള്ള ഒരു ബോട്ട് യാത്രയാണ്. ബോട്ട് യാത്ര മുന്നോട്ട് പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തെങ്ങുകൾ, കേരം തിങ്ങും കേരള നാടിനെയും മാനിപ്പിക്കുന്ന തരത്തിലുള്ള തെങ്ങുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഓരോ കുഞ്ഞു സ്ഥലത്ത് പോലും 100 കണക്കിന് തെങ്ങുകളാണ് ഈ കരയുടെ ഇരുഭാഗങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാന വരുമാന മാർഗമാണ് ടൂറിസം. ഒരുപാട് ബോട്ടുകൾ, ടൂറിസ്റ്റ് ബോട്ടുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളെ കാത്തു കിടക്കുന്ന ബോട്ടുകളാണ്. ഇവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗവും ഈ ടൂറിസമാണ്. ഒരുപാട് ആളുകൾ ഓരോ ദിവസവും ഈ ദ്വീപുകളിലേക്ക്, ഈ ലക്ഷദ്വീപിൽ ഏകദേശം 35ഓളം ചെറു ദ്വീപുകളുണ്ടെങ്കിലും 8ഓളം ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. ബാക്കിയൊക്കെ ജനവാസമില്ലാത്ത ദ്വീപുകളാണ്. ഇവിടുത്തെ മെയിൻ കവരത്തി എന്ന സ്ഥലം, ഇവരുടെ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയാണ്. കവരത്തി ദ്വീപിലാണ് എല്ലാ ഔദ്യോഗിക കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് കവരത്തി. ആ കവരത്തി ദ്വീപിലേക്ക് നിങ്ങൾ പോകുന്നില്ല. മറ്റ് തിന്നകര ദ്വീപിലേക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര. അവിടെ നിന്ന് തന്നെ വേറെ 2 ദ്വീപുകളിലേക്ക് കൂടി ഞങ്ങളിന്ന് പോകുന്നുണ്ട്. എവിടെ നോക്കിയാലും പച്ച നിറത്തിലുള്ള വെള്ളവും അതുപോലെ തന്നെ കേരം തിങ്ങും ആ ചുറ്റുഭാഗങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. കൊതിച്ചൊരച്ചറിനായി ചൊന്ന മുളകരച്ചിടുമ്പോൾ
ഒരു ഭാഗം നോക്കത്താത്ത ദൂരത്തെ കടലാണ്, മറുഭാഗത്ത് ആണ് തീരങ്ങൾ. എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ കൂടുതൽ. ഓലമേഞ്ഞ വീടുകളുണ്ട്, ഓടിട്ട വീടുകളുണ്ട്, ഒക്കെ കൂടുതലും അങ്ങനത്തെ വീടുകളാണ്. ഈ സെൻറ്ററോട് അടുക്കുമ്പോഴാണ് ടെറസ് കെട്ടിടങ്ങൾ. ഇവിടേക്ക് സിമെൻറ്റൊക്കെ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവരണം. കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ ഒക്കെ കൊണ്ടുവന്നാലാണ് ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ഓട് മേഞ്ഞ അല്ലെങ്കിൽ ഓല മേഞ്ഞ വീടുകളാണ് കൂടുതലും കാണുക. ഡോൾഫിൻ്റെ ചാട്ടമാണ് നാം കാണുന്നത്. നീല ജലാശയത്തിലെ ഒരുപാട് ഡോൾഫിനുകൾ ഒന്നിച്ച് ചാടുന്ന ഭാഗങ്ങളാണ് നാം കണ്ടത്. ഞങ്ങളുടെ അപ്പുറത്തെ ടീമാണ്. 2 ബോട്ടുകളിലായിട്ടാണ് ഞങ്ങളിതാ പോകുന്നത്. ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ ഒപ്പമുള്ള ബോട്ടാണ്. നമ്മുടെ ആളുകളാണ് അതിൽ മുഴുവൻ. 24 പേരാണ് നമ്മുടെ ടീമിലുള്ളത്. അതിൽ 12 പേര് അതിലും 12 പേര് ഇതിലും. ഇപ്പം നമ്മൾ ലക്ഷദ്വീപിലെ തിന്നക്കര എന്ന ദ്വീപിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഇവിടെയും വളരെ നീല ജലാശയത്തിലാണ് അവിടെയാണ് നമ്മളിപ്പോൾ വന്നത്. നമ്മളിപ്പോൾ അഗത്തി ദ്വീപിൽ നിന്നാണ് ഇവിടെ എത്തിയത്. ബോട്ടിൽ 2 ബോട്ടുകളിൽ വന്നു. നമ്മളിതെല്ലാവരും കൂടി നമ്മളിതിൻ്റെ ഈ ഭാഗങ്ങൾ കാണാൻ പോവുകയാണ്. ഇവിടെ താജ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അവരുടെ വേണ്ട ടെൻറ്റുകളാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ ഏരിയ മൊത്തം എടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ടെൻറ്റുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവരുടെ ഭാഗങ്ങളാണ്. ഞങ്ങളുടെ ആളുകൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്നോർക്കലിങ്ങിൻ്റെ ക്ലാസ് ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ പോകുന്നത്. നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ, നല്ല അന്തരീക്ഷമാണ്. ഇവിടെയും പഞ്ചാര മണലിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. നമ്മളിപ്പോൾ ആ സ്നോർക്കലിങ്ങിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നീല ജലാശയവും നീല ആകാശവും ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന വളരെ ഭംഗിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഇവിടെയാണ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ താജ് ഗ്രൂപ്പ് അവരുടെ ടെൻറ്റുകളൊക്കെ തയ്യാറാക്കുന്ന, കോട്ടേജുകൾ തയ്യാറാക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ് അവർ. അതിൻ്റെ മെറ്റീരിയലുകളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. സ്നോർക്കലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണ്, നീന്തലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കുടുംബങ്ങൾ ഇതിലിങ്ങനെ വെള്ളത്തിലൂടെ പൊന്തിക്കിടന്ന് അടിയിലത്തെ കാര്യങ്ങൾ കാണുകയാണ്. വളരെ നീല ജലാശയം, എവിടെയും ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ് ഇവിടെയും. ഈ ദ്വീപിൽ ആകെ 3 കുടുംബങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നത്. നോർമൽ മൂക്കിൽ കൂടി ശ്വാസം എടുക്കാം, വായിൽ കൂടി എടുക്കാം. പക്ഷേ ഇത് ഫേസിൽ വെക്കുമ്പോൾ ചിലർക്ക് ഫസ്റ്റ് ടൈം ഫേസിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബ്രീത്ത് എടുക്കാനും വിടാനും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് പെട്ടെന്ന് റെഡി ആയിക്കോളും. അപ്പോൾ പേടിക്കാവുന്നില്ല, ജസ്റ്റ് നോർമൽ ബ്രീത്ത് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, വായിൽ കൂടി തന്നെ ബ്രീത്ത് എടുത്തും വിട്ടും ചെയ്യുക. മൂക്കിൽ കൂടി കൂടുതൽ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫോഗ് വരും. ഫോഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിയിലുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കാണാനൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു ട്രയൽ മാത്രമാണ്. ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റും, ഡീപ്പില്ല. നമ്മൾ ചെയ്യണത് നല്ല ഡീപ്പുള്ള സ്ഥലത്താണ്. അപ്പോൾ ജാക്കറ്റ് ഇട്ടിട്ടാണ് എല്ലാവരും ചെയ്യിപ്പിക്കുക. അപ്പോൾ ജസ്റ്റ് എന്താ, നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലോട്ടിങ് ഓക്കെ ആണെന്ന് നോക്കാനും ബ്രീത്തിങ് ഓക്കെ ആണെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇത് ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ താഴെ എങ്ങനെ നോക്കരുത്, ഇത് ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ ഓസിൽ കൂടി വെള്ളം കയറും. അപ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ മാത്രമാണ് ഇതിങ്ങനെ പൊങ്ങി നിൽക്കുക. ഓക്കെ, ഇനി അഥവാ വെള്ളം കയറിയെങ്കിൽ തന്നെ ഇവിടെ ഹോളുണ്ട്, ജസ്റ്റ് ഒന്ന്
തല മുകളിലോട്ട് ഇങ്ങനെ പൊക്കുമ്പോൾ ഹോള് കൂടി വെള്ളം പൊക്കുള്ളൂ. ഓക്കെ, വേണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ അവസാനിപ്പിക്കാൻ പറ്റൂലോ? സംസാരിക്കാൻ പറ്റും. ഒരാളുടെ കൂടെ ഒരു ഗൈഡ് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഇതിനും ഗൈഡ് ഉണ്ടാവും. ഫ്ലോട്ട് ചെയ്ത് കിടന്നാൽ മതി, ആള് കൈ പിടിച്ച് കൊണ്ടുപോയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആളുണ്ടാവുക നിങ്ങളുടെ കുറച്ച് സൈഡിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സൗണ്ട് കൂട്ടി പറയേണ്ടി വരും. അപ്പോൾ കേട്ടില്ലെങ്കിൽ ജസ്റ്റ് കൈ പിടിക്കുമ്പോൾ കയ്യിൽ ഒരു ടച്ച് കൊടുത്തിട്ട് സംസാരിച്ചാൽ മതി. ഓക്കെ, ഇവിടുന്ന് ജസ്റ്റ് ട്രയൽ അടിക്കാം. ഇറങ്ങുന്നവർ വന്നോ. ഞാൻ നീന്താനൊന്നും പോണില്ല. അമ്മയ്ക്കാണോ അവിടെ വെച്ചേ? എവിടെ അവിടെ ഇടയിലേക്ക്. ആ പോരട്ടെ വീട്. ആ വരൂ. ആ എല്ലാരും ഉണ്ട്. ആ അമ്മ നീന്ത് നീന്ത്. ആ കിടന്നോ. ആ ആ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ആ പോരേട്ടാ. നമ്മളിപ്പോ ആ അങ്ങനെ ആക്കരുത്. അങ്ങനെ തന്നെ. ഇനി മതിയിട്ട് ഇറങ്ങിക്കോ. അന്ന് മറ്റു ഗ്രൂപ്പുകൾക്കൊന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഗ്രൂപ്പ് ജോണു
വേണം ഇറങ്ങി നന്നായിട്ടാ. എടുത്തോണ്ടിരിക്കുക. അത് ഇതിനൊക്കെ ആര് ലാസ്റ്റർക്കാന്ന് ചോണു. മാറുന്നു ചെയ്യാൻ പാടില്ല. ഡോക്ടർ ചീത്ത പറയവനെ. എന്നിട്ട് ചെയ്യാ. എനിക്ക് ഓപ്പണായിട്ടില്ല. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ടീമിലെ ആദ്യ ഉരുക്ക് വനിത സ്പാർക്ലിങ്ങിനായി പോകാൻ പോവുകയാണ്. ഒരുപാട് വലിയ അനുഭവങ്ങളാണ്. ഞാനിപ്പോ ടീച്ചറെ ഒന്നും കൂടി തിരിയോ. അതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ വലിയൊരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരനുഭവമാണ് ഈ സ്നോർക്ലിംഗ്. എന്താ പറയുക, നീല ജലാശയത്തില് അതിൻ്റെ അടിയിലും അതിൻ്റെ മുകൾ പരപ്പിലൂടെ നമ്മൾ ഇതാ പോകുകയാണ്. പ്രത്യേക മാസ്ക് ധരിച്ച് നമ്മളുടെ ഒരു ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ടാണ് നമ്മളിത് പോകുന്നത്. ഇതാ മാസ്കാണ് നമുക്ക് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ല കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം തയ്യാറായി. ഇനി അതിന് കൂടെ നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അവരാണ് നയിച്ചു കൊണ്ടുപോവുക. നമുക്ക് ഭൂമിയുടെ അടിയിൽ ആ പവിഴപ്പുറ്റുകളുടെ ഇടയിലൂടെ മീനുകൾ, ഒരുപാട് കളർഫുൾ മീനുകൾ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ മീനുകൾ കണ്ടിട്ടില്ല. അത്രയും മീനുകൾ നമുക്ക് കാണാനും പവിഴപ്പുറ്റുകൾ ജീവനോടെ കാണാനും ഒക്കെ ഒരു അവസരമാണ് ഈ സ്നാർക്ലിംഗ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉരുക്ക് വനിത ജലത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ കിടന്നാൽ മതി, അവർ കൊണ്ടുപോകുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കൈ കൊണ്ട് തുഴഞ്ഞു, അപ്പോൾ അവർക്ക് സപ്പോർട്ടായില്ലേ. അതെ, ഞാൻ കുറച്ച് കൈ വിട്ടോളാൻ പറഞ്ഞു. ഓക്കെ ഏട്ടാ. ഞങ്ങളുടെ ടീമിലത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജോണൂട്ടനാണ് അടുത്തതായിട്ട് സ്നാർക്കിലിങ്ങിന് പോകുന്നത്. അവൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിട്ടുണ്ട്. അവൻ ഉഷാറായിട്ടാണ് പോണത്. അവനിപ്പോൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ പോകും. ജോണൂട്ടൻ ഇറങ്ങാണ്. അവൻ ഒരു കൈ വെച്ചാണ് അതിസാഹസികമായ യാത്ര നടത്താൻ പോകുന്നത്. അവൻ പോകുന്നു. ജോണു ഹായ്. മീൻ നടുക്ക്
നമ്മുടെ ഉരുക്ക് വനിത തിരിച്ചു കയറാൻ പോവുകയാണ്. ഒരു നവ്യമായ അനുഭൂതിയിലാണ് ഇവിടെ ഇത്ര കയറുന്നത്. കയറുകയാണ്. വിജയശ്രീ ലാളിതയായിട്ടാണ് കയറ്റം. തലമുടി ഒരല്പം പോലും നനഞ്ഞിട്ടില്ല. സ്നോർക്ലിംഗ് വളരെ വിജയകരമായി പൂർത്തീകരിച്ച് ടീച്ചർ കയറുകയാണ്. ഇത് എടുക്കുള്ളൂ. നമ്മുടെ ശ്രീമതി സ്നോർക്ലിങ്ങിന്റെ തയ്യാറെടുപ്പിലാണ്. ആള് ഭയങ്കര ഉഷാറിലാണ്. രംഗത്തേക്ക് ഇറങ്ങുക. മാസ്ക് വെച്ച് മറ്റേ ജാക്കറ്റ് ധരിച്ച് ഇറങ്ങാൻ പോവുകയാണ്. ശ്വാസം നീ എടുക്കുക. വലിച്ചു വിട്ടോ, വായ കൂടെ വലിച്ചു വിട്ടോ, നോ പ്രോബ്ലം. അവിടെ കിടന്നാൽ മതി. നീ വെറുതെ കിടന്നാൽ മതി കേട്ടോ. അവർ കൊണ്ടുപോകും. വെറുതെ പൊന്തിക്ക് എടുക്കുള്ളൂ. അവിടെ കിടക്കുമ്പോൾ പോവാ. അവർ കൊണ്ടുപോകും. പേടിക്കൊന്നും വേണ്ട. ഇറങ്ങുകയാണ് വെള്ളത്തിലേക്ക്. നീല ജലാശയത്തിലേക്ക് നീല ഡ്രസ്സുമായിട്ട് ഇതാ ഇറങ്ങുകയാണ്. ഭൂമിക്കടിയിലെ പവിഴപ്പുറ്റുകൾ കാണാനും നീല ജലാശയത്തിലൂടെ ഒഴുകി നീന്തുന്ന മത്സ്യങ്ങളെ കാണാനുമായി സ്നാർക്ലിംഗ്. അതെ, ഒരു മത്സ്യകന്യകയായി ജലത്തിലേക്ക് ഇറങ്ങുകയാണ്. നീ പൊന്തിക്കെടുക്കുള്ളോ? കൈവിട്ടോ വിട്ടോ. കാലും തന്നെ പൊന്തിക്കോളും. കിടന്നോ. അതന്നെ, അത്രേ ഉള്ളൂ. വിട്ടോ. അതന്നെ, പൊക്കോ. ഒന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊക്കോ. അങ്ങനെ കിടന്നാൽ മതി കേട്ടാ. എല്ലാം കേക്കാം. അതായത് ഫോട്ടോ പ്രത്യേകിച്ച് ഫോട്ടോ ഒരു 5-10 ഫ്ലക്സ് ജമാറ്റാണ്ട് വെച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ എടുക്കും പോകണ്ട. ഏത് സാഹചര്യത്തിലും ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ഇവിടെ ഈ മത്സരം നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 25-30 ആളുകൾ ഒരേ സമയത്ത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജാൻസി. ഇതാണ് ജാൻസിയും ജോണൊട്ടിനും ഇപ്പോൾ കളത്തിലുണ്ട്. ജിനി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജെഫിനടുത്തതിൽ അമ്മ മീൻ പിടിക്കുന്നുണ്ട്. ഇത്തിരി കയറിക്കോ, നോ പ്രോബ്ലം. കയറിക്കോ, ഒരു സ്റ്റെപ്പിനും കയറി. അങ്ങോട്ട് തിരിഞ്ഞോ. എങ്ങനെയുണ്ട്? ഒരു അനുഭവം അല്ലേ? അതാണ് പറഞ്ഞത്.
റെഡും വലുതുകള്. ഒരു കവറ് വെള്ളം. തിരിഞ്ഞ് ഇങ്ങോട്ട് മുഖം അങ്ങോട്ട് പറ്റേ പുറത്തേക്ക് പറ്റേ തന്നെ. ധൈര്യമായിട്ട് പൊക്കോളൂ, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു നമ്മുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ ധൈര്യമായിട്ട് കൊണ്ടോ. ജെഫിൻ വെറുതെ പൊന്തി കിടന്നാ മതിടാ, അവൻ തന്നെ നീന്താനാ. ആടാ പൊക്കോട്ടെ. ആയി വന്നിട്ടില്ല അല്ലേ? ജെഫിനും ഒന്നിച്ചാണ് ഈ നോർക്കലിംഗ് നടക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ രണ്ടുപേര് ഒരുമിച്ച് ദമ്പതികള്. കഴിഞ്ഞ
അടിപൊളിയായി അവസാനിക്കാൻ കളിക്കാരോടെ മനസ്സരിപാട്